അഭിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം നവ്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. സങ്കടപ്പെട്ട് നവ്യ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി മോൾക്ക്? മോൾക്ക് നല്ല വിഷമമുണ്ടല്ലോ. അല്ല, ഇനി വല്ല വയ്യായുണ്ടോ? ഡോക്ടറെ കാണിക്കണോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുകയാണ്. ഇല്ല മുത്തശ്ശി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, എന്താ മോളെ കണ്ണു നിറഞ്ഞിരിക്കുന്നേ എന്ന് മുത്തശ്ശനും ചോദിക്കുന്നുണ്ട്. അല്ല മുത്തശ്ശ, ഞാൻ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോൾ എനിക്ക് സങ്കടം വന്നതാ. അങ്ങനെയൊന്നും കരയാത്ത ആളാണല്ലോ, ഭയങ്കര ബോൾഡായിരിക്കുന്ന ആളല്ലേ. ഇപ്പം എന്തു പറ്റി? ഇത്ര കരയാൻ മാത്രം എന്താ സങ്കടം? ഈ സമയത്തെ സങ്കടപ്പെട്ടിരിക്കാനൊന്നും പാടില്ല. അഭി എവിടെ? അഭിയെ കണ്ടില്ലല്ലോ. ഹോസ്പിറ്റലിൽ അഭിയില്ലാന്നാ ആദർശ് പറഞ്ഞത്. പിന്നെ എവിടെ പോയി? അറിയില്ല മുത്തശ്ശ, എനിക്കറിയില്ല. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടല്ലല്ലോ എങ്ങോട്ടും പോവാറ്. അതെന്താ മോളെടുത്ത് പറയാത്തെ? ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? നിങ്ങൾ രണ്ടാളും അല്ലേ വീട്ടിലോട്ടൊക്കെ പോയത്? നല്ല സന്തോഷത്തിലായിരുന്നല്ലോ. അതൊക്കെ ആയിരുന്നു, പക്ഷേ അതിന്റെ ആയുസ് 1 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തു പറ്റി മോളെ? മോൾ എന്തിനാ കരയുന്നേ? പറ മുത്തശ്ശ. അവൻ എന്നെ വെറുതെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ആ 1 ദിവസം കഴിഞ്ഞപ്പോൾ അവന്റെ സ്വഭാവത്തില് കാര്യമായിട്ടുള്ള മാറ്റം സംഭവിച്ചു. എന്താണെന്ന് പലതവണ ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു. അവനൊന്നും പറയുന്നില്ല. വല്യമ്മയെ കൊല്ലാൻ ശ്രമിച്ചത് നയനയാണെന്ന് പറഞ്ഞാ അവൻ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്. മുത്തശ്ശൻ്റെ അടുത്ത് അന്ന് ഞാൻ സംശയം പറഞ്ഞിരുന്നില്ലേ, എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണോ അവരിങ്ങനെ ചെയ്തേന്ന് എനിക്കൊരു സംശയം. എനിക്ക് കുടിക്കാൻ വെച്ച ആ പാലില് വിഷം കലക്കി വെച്ചത് അഭിയും അമ്മയും ചെയ്തതാണോ എന്ന് എനിക്കൊരു സംശയം. എന്നാ ആ പാല് കുടിച്ചത് അമ്മായിയായിരുന്നു. അതുകൊണ്ടാ അമ്മായിക്ക് ഈ അവസ്ഥ ഉണ്ടായതെന്നാ എനിക്ക് തോന്നുന്നേ. മോൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടെന്ന് മോള് മുന്നേ പറഞ്ഞതാണല്ലോ. എന്നാ അതിനെക്കുറിച്ച് ചോദിക്കാനോ പറയാനൊന്നും ഉള്ള സാഹചര്യങ്ങളല്ലല്ലോ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ പിന്നെ അതങ്ങ് വിട്ടേക്കുന്നത്. ദേവ്യാനിയുടെ കാര്യത്തില് ഇപ്പോഴും ഡോക്ടർമാരൊരു തീരുമാനം പറയുന്നില്ല. അവളൊന്ന് ഓക്കെ ആയതിനു ശേഷം വീട്ടിലോട്ട് എത്തട്ടെ, എന്നിട്ട് വേണം ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ. ആരാണ് ഈ ചതി ചെയ്തതെന്ന് ഞാൻ കണ്ടെത്തിയിരിക്കും എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. ഹോസ്പിറ്റലില് ഓരോ നിമിഷം ചെല്ലും തോറും ദേവ്യാനിയുടെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നയനയുടെ ലിവറാണ് ദേവ്യാനിക്ക് മാറ്റി വെക്കുന്നതെന്ന് മുത്തശ്ശന്റെ അടുത്ത് പറഞ്ഞു കാണില്ല കേട്ടോ. മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അവരെടുത്ത് പറയാത്തത്. നയനയ്ക്ക് കാര്യമായിട്ടുള്ള ക്ഷീണമുണ്ട്. ഇക്കാര്യം കൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് ഇക്കാര്യം ചെയ്യാൻ വലിയ മടിയായിരിക്കും. ആദർശിന്റെ അടുത്തും ജയന്റെ അടുത്തും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഞാനിക്കാര്യം പറയാൻ വിളിച്ചത്, നയനയുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ആളിത്തിരി അനീമിക്കാണ്. ബ്ലഡും കൊടുത്തതല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തില് ഇങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നയനയുടെ അടുത്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ആ കുട്ടിക്കാണെങ്കിൽ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്നാ പറയുന്നത്. കൂടാതെ ദേവയാനിയുടെ കണ്ടീഷനും ഓരോ നിമിഷം വഴുകും തോറും കോംപ്ലിക്കേഷൻ ആയിക്കൊണ്ടിരിക്കുക. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ ഒരു കണ്ടീഷനിൽ നയനയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതാണ് നല്ലതെന്നാ. ഡോക്ടറെ, നയനയുടെ അടുത്ത് പലതവണ ഞങ്ങൾ പറഞ്ഞു നോക്കിയതാ, വേണ്ട നമുക്ക് വേറെ ഡോണറെ നോക്കാം എന്ന്. പക്ഷേ അവള് സമ്മതിക്കുന്നില്ല. അമ്മയ്ക്ക് ഇങ്ങനെ കൊടുത്താലും എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാ അവള് പറയുന്നത്. ആള് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെയാ കിടക്കുന്നത്. ആളുടെ കണ്ടീഷൻ കുറച്ച് മോശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആള് ബ്ലഡും കൊടുത്തു. പിന്നെ അപ്പോഴെപ്പോഴും ഭക്ഷണം കഴിക്കാത്തതിന്റെ ക്ഷീണമൊക്കെ കാരണം ആള് ഫിസിക്കലി ഓക്കെ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളെ വിളിച്ചു പറഞ്ഞത്. ആള് പറയുന്നത് എത്രയും വേഗം ചെയ്യാ എന്ന് തന്നെയാണ്. എന്താ ഇനി വേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് പറയണം എന്ന് ആദർശിന്റെ അടുത്തും ജയന്റെ അടുത്തും ഡോക്ടർ പറയണം. അങ്ങനെ ജയനും ആദർശും പുറത്തോട്ട് വരുന്നുണ്ട്. അച്ഛാ, നമ്മൾ ഇനി എന്താ ചെയ്യാ? നയനയുടെ ജീവനും രക്ഷിക്കണം, അമ്മയുടെ ജീവനും രക്ഷിക്കണം. അച്ഛൻ തന്നെ പറ എന്താ തീരുമാനം എടുക്കണ്ടേന്ന്. മോനെ, ഞാൻ എന്ത് പറയാനാ? മോളാണെങ്കിൽ വാശിയില്ല. അമ്മയ്ക്ക് ലിവർ കൊടുക്കുമെന്ന് തന്നെയാ അവളും പറയുന്നത്. അവൾക്ക് പ്രശ്നമില്ലാന്നും പറയുന്നു. പിന്നെ നമ്മളെ എന്ത് ചെയ്യാനാ? എന്തായാലും മോളെ കണ്ട് സംസാരിക്കാം. പറഞ്ഞു തിരുത്താൻ പറ്റുമെങ്കിൽ നമുക്ക് പറഞ്ഞു തിരുത്താം. ഡോണറെ നമുക്ക് വേറെ കണ്ടെത്താം എന്ന് ജയനും ആദർശും തീരുമാനിക്കുകയാണ്. അങ്ങനെ നേരെ ചെല്ലുന്നത് നയനയുടെ അടുത്തോട്ടായിരിക്കും. നയന ഇവരെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നത്, അച്ഛാ എങ്ങനെയുണ്ട് അമ്മയ്ക്ക്? അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. എത്രയും വേഗം ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പറയണം. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് പറയാൻ തന്നെയാ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഡോക്ടർ പറഞ്ഞത് നീ ഫിസിക്കലി ഓക്കെ അല്ല എന്നാ. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം ചെയ്യണമെന്നാ ഡോക്ടർ വീണ്ടും വീണ്ടും ഞങ്ങളോട് ചോദിക്കുന്നേ. എന്താ മോളെ, ഞാൻ പറയുന്ന മോള് കേക്ക്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് ചെയ്യണ്ട, നമുക്ക് വേറെ ആളെ നോക്കാം. അമ്മയ്ക്ക് മാച്ച് ആവുന്ന രീതിയിൽ ഡോണറെ കിട്ടണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് അച്ഛനറിയോ? ആ സമയം കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഡോക്ടർ പറയുന്ന രീതിയിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തലചുറ്റലോ കാര്യങ്ങളോ ക്ഷീണോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അച്ഛൻ ഡോക്ടറെ അടുത്ത് പറ ഞാൻ ഓക്കെ ആണെന്ന്. എന്തായാലും അച്ഛൻ തീരുമാനിച്ച കാര്യം പറഞ്ഞാൽ ഡോക്ടർ സമ്മതിക്കും.
ആദർശേട്ടാ, ആദർശിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ജീവനാ എനിക്കിപ്പോൾ വലുത്. എനിക്കൊരു കുഴപ്പവും സംഭവിക്കില്ല. അച്ഛനും ആദർശേട്ടനും പോയി ഡോക്ടറെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ അങ്ങോട്ടേക്ക് ഡോക്ടറും വരുന്നുണ്ട്. നയന, നീ സംസാരിച്ചെല്ലാം ഞാൻ കേട്ടു. പക്ഷേ ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ടത് എല്ലാവരും കൂടെ ചേർന്നാ. ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഞാൻ അച്ഛനോടും ആദർശിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്തായാലും പ്രോത്സാഹിപ്പിക്കില്ല. ബാക്കിയെല്ലാം നിങ്ങളുടെ തീരുമാനാ. ആദർശേട്ടാ, പറ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറ. നിങ്ങൾ പറഞ്ഞാലേ ഡോക്ടർ ചെയ്യാൻ സമ്മതിക്കൂ. അതുകൊണ്ട് നിങ്ങൾ പറ എന്ന് ആദർശിനോടും ജയനോടും പറയണം. എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാതെ ആദർശും ജയനും നിൽക്കുന്നുണ്ട്. അവസാനം എല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് ഓപ്പറേഷന് സമ്മതിക്കുക എന്ന്. ഡോണറായിട്ട് നയനയെ തന്നെ സ്വീകരിക്കുക എന്നാണ് എല്ലാവരും കൂടെ തീരുമാനിക്കുന്നത്. അതിനിടയിൽ നേഴ്സ് വന്ന് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അവിടെ പേഷ്യന്റിന് തീരെ വയ്യ ഡോക്ടർ, ഒന്ന് വേഗം വരണമെന്ന് പറഞ്ഞ് ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ദേവയാനിക്ക് ശ്വാസം കിട്ടാതെ പിടയായിരിക്കും. ദേവയാനിക്ക് വേഗം ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചുകൊടുത്ത് ആളെ നോർമലാക്കുകയാണ്. ഡോക്ടർ വീണ്ടും പുറത്തു വന്ന് ആദർശിന്റെ അടുത്തും ജയന്റെ അടുത്തും പറയുന്നുണ്ട്, ഓരോ നിമിഷം വൈകും തോറും ആളുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. നയന, ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ലിവർ മാറ്റിവെക്കേണ്ട കാര്യങ്ങൾ നോക്കാം. കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, അക്കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നയനയുടെ അച്ഛനെയും അമ്മയെയും എനിക്കൊന്ന് കാണണം, അവരെ കണ്ട് ഒന്ന് സംസാരിക്കണം എന്ന് ഡോക്ടർ ആവശ്യപ്പെടുകയാണ്. ഇക്കാര്യം മുന്നേ നയനയുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും പറഞ്ഞതാണ്. മോളെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റില്ല എന്നാണ് നയനയുടെ അമ്മ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നയനയെ വന്ന് കണ്ട് പൊട്ടിക്കരഞ്ഞ് ഒരുപാട് സങ്കടങ്ങളെല്ലാം അമ്മ പറഞ്ഞിരുന്നു. മോളെ ഇക്കാര്യം ചെയ്യണ്ട, നമുക്ക് വേറെ ആളെ നോക്കാം എന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു കേട്ടോ. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഏത് മോളെ കാണുമ്പോഴും അമ്മമാര് ഇങ്ങനെ തന്നെയാ പറയാ. ആരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞാലും അമ്മമാർക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. ഇക്കാര്യം വീണ്ടും വീണ്ടും നയനയോട് നയനയുടെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറണം, എനിക്ക് തീരെ താല്പര്യമില്ല, നിന്നെ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണെന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. കൂടെ നന്ദുവും കാണും. ചേച്ചി എടുത്ത തീരുമാനം ശരിയാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? മോളെ, ഞാനൊരു 100 വട്ടം ആലോചിച്ചിട്ടാ ഈ തീരുമാനം എടുത്തത്. അമ്മയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതിനിപ്പോ എന്നെ കൊണ്ടേ സാധിക്കൂ. അതുകൊണ്ടാ ഞാൻ ഈ തീരുമാനം എടുത്തേ. ചേച്ചി, ഡോക്ടർ പറയുന്നത് ചേച്ചി ഓക്കെ അല്ല എന്നാ. ഈ ഒരു സാഹചര്യത്തിൽ വേണോ ചേച്ചി, നമുക്ക് വേറെന്തെങ്കിലും നോക്കിയാൽ പോരെ? നന്ദു, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, ചേച്ചി ഓക്കെയാണ്. പിന്നെ ഈ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അതല്ലേ നല്ലത്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ, അങ്ങനെ സമാധാനിക്കണ്ടേ മോളെ. മോള് വിഷമിക്കണ്ട, എനിക്കൊരു കുഴപ്പവും വരില്ല എന്നും പറഞ്ഞ് നയന നന്ദുവിനെയും അമ്മയെയും ഒക്കെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ എന്നാ മരണത്തോട് മല്ലടിക്കുന്ന ദേവയാനി ഇതൊന്നും അറിയുന്നില്ല. സ്വന്തം ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നത് ഇത്രയും വെറുത്ത, ഇത്രയും കുറ്റപ്പെടുത്തിയ മരുമകളാണെന്ന് ദേവയാനി തിരിച്ചറിയാൻ ഇനിയും ദിവസങ്ങൾ എടുക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.